ഈ ഭൂമിയിൽ 800 കോടി ജനമുണ്ട് എന്നാണ് സർവേ പറയുക. ഈ 800 കോടി ജനത്തിന്റെ മുഴുവന്റെ വിമോചകൻ യേശുവാണ്. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ തലമുറകളുടെ മേലുള്ള സകലമായ പാപശാപ രോഗമേഖലകളെ വിടുവപ്പിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അന്ധകാരം മൂടിയിരിക്കുന്ന ഒരവസ്ഥ നിന്റെ മനസ്സിനോ ജീവിതത്തിനുണ്ടോ, നിന്റെ കുടുംബത്തിനുണ്ടോ? സഹോദര സഹോദരി, നീ വിളിക്കണം യേശുവിനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 61-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് ശ്രവിക്കാം. ആ വചനം ഇവിടെ നിന്ന് വായിക്കും. ആ വചനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ടു നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവിശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ടവ നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗം ഏറ്റവും സുപരിചിതമായ ഒരു വചന ഭാഗമാണ്. നമ്മളൊക്കെ ഒത്തിരി വായിച്ച് ധ്യാനിച്ചിട്ടുള്ള, എന്താ പറയുക, ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ഒരു വചന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള വലിയൊരു വിവരണമാണ്, വിശദീകരണമാണ് ഈ വചനത്തിലൂടെ നമുക്ക് തരുന്നത്. ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടുള്ള കാരുണ്യത്തെ പ്രതി കർത്താവ് ഇതാ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യാണ്. വരാനിരിക്കുന്ന രക്ഷകനിലൂടെ സംഭവിക്കേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ യെശയ്യാ ദീർഘദർശി വഴിയായി 61-ാം അധ്യായത്തിൻ്റെ 1-4 തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ വരാനിരിക്കുന്ന രക്ഷകനിലൂടെയാണ് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് തിരിച്ചറിഞ്ഞ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഇതാ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. ഇതുമായിട്ട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിന്ത അങ്ങനെയാ: തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ, ദൈവം എന്നെ, നമ്മൾ ഓരോരുത്തരെ അത്രമാത്രം സ്നേഹിച്ചു. അത്രമാത്രം. എത്രമാത്രം? തൻ്റെ പുത്രനെ കാൽവരി കുരിശില് ഇത് സ്വയം ബലിയായി മാനവരാശിയുടെ മുഴുവന്റെ പാപഭാരം, നിന്റെയും എന്റെയും മനുഷ്യവർഗത്തിന്റെ പാപഭാരം മുഴുവൻ അവൻ ഏറ്റെടുത്തു. കാൽവരി കുരിശിൽ യാഗമായി, വിമോചനമായി, രക്ഷയായി ഉയർത്തപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട
ദൈവമക്കളെ, ഇവിടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കർത്താവിലൂടെ സംഭവിക്കേണ്ടിയിരിക്കുന്ന സമഗ്രമായ വിമോചനത്തെക്കുറിച്ചാണ് നമ്മൾ കാണുക. ഇവിടെ നമ്മൾ ഈ യെശയ്യാ ദീർഘദർശിയിലൂടെ വായിച്ചു വരുമ്പോൾ, നമ്മൾ അവസാനത്തെ 4-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറ തലമുറയായുണ്ടായ വിനാശങ്ങൾ പരിഹരിക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കരുണ, നമ്മുടെ കർത്താവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള രക്ഷ ഇതാ സംഭവിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ. അത് നിന്റെയും എൻ്റെയും ജീവിതത്തിലും കുടുംബത്തിലും തലമുറകളിലാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു വചനം വായിച്ചു കഴിയുമ്പോൾ അതിന് ഒരു ഇണവചനം പുതിയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വചന ഭാഗം ഒന്ന് ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കിക്കേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിന്റെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കണ്ടത്. ഈശോ പതിവ് പോലെ സിനഗോഗിലേക്ക് കടന്നു വരുന്നു. വേദപുസ്തകം യേശുവിൻ്റെ കൈകളിലേക്ക് നൽകപ്പെടുന്നു. വേദപുസ്തകം നൽകിയപ്പോൾ, തുറക്കപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതാ തന്നെ കുറിച്ച് ഇതാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ട വചനത്തിൻ്റെ ഭാഗമാണ് യേശുവിനെ വായിക്കുവാനായിട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് 18 കഴിഞ്ഞ് പിന്നീട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ഇവിടെ നിറവേറിയിരിക്കുന്നു. അപ്പൊ ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം നമുക്കറിയാം. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം യേശുനാമമാണ്. എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ 800 കോടി ജനമുണ്ട് എന്നാണ് സർവേ പറയുക. ഈ 800 കോടി ജനത്തിന്റെ മുഴുവന്റെ വിമോചകൻ യേശുവാണ്, രക്ഷകൻ യേശുവാണ്, പാപവിമോചകൻ യേശുവാണ്, ശാപവിമോചകൻ യേശുവാണ്, സൗഖ്യദാതാവ് യേശുവാണ്. യേശുവല്ലാതെ വേറൊരു ദൈവം ഇല്ല. യേശുവിനെ മാത്രമാണ് സഹോദര സഹോദരി നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയുക. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ, നിന്റെ കുടുംബത്തിൽ നോക്കുമ്പോൾ, ഇതാ ഒരുപക്ഷെ നിന്റെ മക്കളിലേക്ക് നോക്കുമ്പോൾ, നിന്റെ സഹോദരങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തകർച്ചകൾ കാണാം, രോഗങ്ങൾ കാണാം, ബന്ധനങ്ങൾ കാണാം, പാപ അടിമത്തങ്ങൾ കാണാം, ഇതാ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ കാണാം.
പാപമേഖലകളെ കാണാം, ശാപബന്ധനങ്ങളെ കാണാം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനോടും മകളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഇന്ന് നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ തലമുറകളുടെ മേലുള്ള സകലമായ പാപശാപ രോഗമേഖലകളെ വിടുവിപ്പിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അവന് മാത്രമേ കഴിയുള്ളൂ. കാരണം അവിടുന്ന് സമഗ്ര വിമോചകനാണ്. അവിടുന്ന് ഏകരക്ഷകനാണെന്ന് നമ്മൾ പറയുമ്പോൾ, അവിടുന്ന് ലോകരക്ഷകനാണെന്ന് നമ്മൾ വിശ്വസിച്ചേറ്റ് പറയുമ്പോൾ, ലൂക്കാസ് സുവിശേഷം 4:18 നമ്മളെ പഠിപ്പിക്കുന്നത് യേശു സമഗ്ര വിമോചകനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ സോൾ ലിബറേറ്റർ ഓഫ് ഹ്യൂമൻ റേസ്. മാനവരാശി രക്ഷ പ്രാപിക്കുന്നത്, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവിലൂടെയാ. നീയും ഞാനും രക്ഷ പ്രാപിക്കുന്നത്, വിടുതൽ പ്രാപിക്കുന്നത്, വിമോചിപ്പിക്കപ്പെടുന്നത്, സൗഖ്യപ്പെടുന്നത്, വിടുതൽ പ്രാപിക്കുന്നത്, രക്ഷ പ്രാപിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ യേശുവിലൂടെയാ. യേശുവിന് മാത്രമാണ് അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ, രക്ഷിക്കാൻ കഴിയുള്ളൂ. കർത്താവിൻ്റെ ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കർത്താവിലൂടെ നമുക്ക് രക്ഷയുണ്ട്. ഇന്ന് നീ ഏത് അധപ്പതനത്തിലാ കിടക്കുന്നത്? ഇന്ന് ഏത് നിരാശയുടെ പടുകുടിയിലാ നീ കിടക്കുന്നത്? 100 കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലാ നീ കിടക്കുന്നത്? എന്താ അന്ധകാരം മൂടിയിരിക്കുന്ന ഒരവസ്ഥ നിന്റെ മനസ്സിനോ ജീവിതത്തിനുണ്ടോ, നിന്റെ കുടുംബത്തിനുണ്ടോ? സഹോദര സഹോദരി, നീ വിളിക്കണം യേശുവിനെ. അവന്റെ നാമത്തിലൂടെ, അവനിലൂടെ ഇത് നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് വിമോചനമുണ്ട്, നിനക്ക് വിടുതലുണ്ട്, നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് സൗഖ്യമുണ്ട്. നീ ഹൃദയം തുറക്കണം, നീ മനസ്സ് തുറക്കണം, നീ ജീവിതം കർത്താവിന് കൊടുക്കണം. നിന്റെ ജീവിതം കർത്താവിന് കൊടുക്കണം. ദൈവം ഒരു വ്യക്തിയിൽ ഇടപെടുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ശുശ്രൂഷയിലൂടെ കണ്ടിട്ടുള്ള ഒരു കാര്യം, കർത്താവ് ഒരു വ്യക്തിയെ തൊടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കർത്താവിൻ്റെ കൈകളില് അവന്റെ ജീവിതം, അവളുടെ ജീവിതം എത്തിപ്പെട്ടു എന്ന് കർത്താവ് അറിയുമ്പോ അവിടുന്ന് തന്റെ കരമുയർത്തും നിന്റെ മേല്, നിന്റെ കുടുംബത്തിന്റെ മേല്, നിന്റെ തലമുറയുടെ മേല്. അതുവരെ കർത്താവ് ശാന്തമായിരിക്കും. കർത്താവ് നീ വരുന്നത്, തിരിച്ചു വരുന്നത് കാത്തിരിക്കുക. നീ തിരിച്ചു വരുന്നത് കാത്തിരിക്കുക. എത്രയോ തീക്ഷ്ണതയോടെയാ ബൈബിൾ വായനയില് വരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അഖണ്ഡ ജപമാല ചെല്ലുന്ന ടീം എത്ര തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ അർത്ഥം ഈ ബൈബിൾ വായിക്കുമ്പോൾ, ഈ ജപമാല ചൊല്ലുമ്പോൾ, ഈ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് സഹനങ്ങളില്ല എന്നല്ല അർത്ഥം, കഷ്ടപ്പാടില്ല എന്നല്ല അർത്ഥം, രോഗങ്ങള് തകർച്ചകൾ ഇല്ല എന്നല്ല അർത്ഥം. ഇതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ വചനം ഇതാ പ്രഘോഷിക്കുന്നത്. ഇതിൽ നിന്നുകൊണ്ടാണ് ജപമാലയിലെ മണികൾ ഓരോന്നും ഞാൻ ഉരുവിടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിലൂടെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ ഇടപെടാൻ പറ്റും. അച്ഛൻ ഓർക്കുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ പാറശാല രൂപത, ആ രൂപതയില് അമ്പിളിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കൺവെൻഷൻ നടക്കായിരുന്നു. 2023 നമ്മുടെ കൺവെൻഷനായിരുന്നു അവിടെ. 2024 അച്ഛൻ്റെ നമ്മുടെ കൺവെൻഷനായിരുന്നു അവിടെ അവർ സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം തന്നെ, ഈ 2024 ഈ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം നമ്മുടെ ശുശ്രൂഷകളൊക്കെ 4:30 തുടങ്ങി, 9:30 മണിക്ക് ശുശ്രൂഷ തീരും. അപ്പോൾ കൺവെൻഷൻ്റെ 9:30 മണിക്കുള്ള ആരാധനയോടുകൂടി ശുശ്രൂഷ തീർന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവിടുത്തെ സംഘാടകരും അവിടുത്തെ അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു, അച്ഛോ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുറേ പേര് ഉണ്ട് പ്രാർത്ഥന സ്വീകരിക്കാനായിട്ട്. അങ്ങനെ
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ ഈ സ്റ്റേജിൻ്റെ താഴേക്ക് ഇറങ്ങി അങ്ങനെ വന്ന്, അപ്പോൾ ആളുകൾ ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ആദ്യം ഒരു സഹോദരൻ വന്നു, ആ സഹോദരൻ പ്രാർത്ഥിച്ചു പോയി. രണ്ടാമത് നിൽക്കുന്നത് ഒരു അമ്മയും ഒരു മകളുമാണ്. 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, എന്തിനു വേണ്ടിയാ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടേ? പെട്ടെന്ന് ഒരു നിയോഗം പറയുന്നെന്ന് പറഞ്ഞു. ഈ നിയോഗം പറയണമെന്ന് പറയുമ്പോൾ ഈ അമ്മ കരയാനായിട്ട് തുടങ്ങി. ഈ കൊച്ചും അടുത്തുണ്ട്, ഈ പെൺകുട്ടി. അവളും അമ്മ കരഞ്ഞപ്പോൾ അവളും കരയാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അച്ഛന് ഇവരുടെ കരച്ചിൽ കണ്ടപ്പോൾ സത്യത്തിൽ അച്ഛന് ഭയങ്കര വിഷമായി. അവർക്ക് പറയാൻ പറ്റുന്നില്ല, ഒരു നിയോഗം എന്താണെന്ന് അച്ഛനോട് പറയാനായിട്ട് പറ്റുന്നില്ല. നെടുവീർപ്പാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, ശ്രദ്ധിച്ചാൽ കണ്ണിൽ നിന്ന് രക്തമാണ് ഒഴുകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ കുറച്ച് കഴിഞ്ഞു, ശരി ശാന്തമായി. അതിനുശേഷം അവർ പറഞ്ഞു, അച്ഛ എൻ്റെ മോളാണ് ഇത്, എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ മകള് എന്ത് ഭക്ഷണം കഴിച്ചാലും അത് അവൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, മലം വിസർജനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ മോള് ഭക്ഷണം കഴിക്കാനായിട്ട് വിമുഖത പ്രകടിപ്പിക്കുക. അത് വരുമ്പോൾ തന്നെ അവളുടെ ആരോഗ്യമൊക്കെ എന്താ പറയുക, ക്ഷയിക്കുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ മലവിസർജനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ പറഞ്ഞു, അച്ചോ, എൻ്റെ മോള് സ്കൂളിൽ പോകുമ്പോഴും ഒരു ദിവസത്തില് 15, 16, 17, 18 പാമ്പറുകളാണ് ഈ പെൺകുട്ടി മാറ്റുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഈ പാമ്പറായിട്ടാണ് അവൾ പോകുക. ഇതിൽ വരുന്നു, പിന്നെ അവള് കൊച്ച് ക്ലാസിന്റെ ഇടയിൽ തന്നെ ഇറങ്ങി പോകുന്നു. അവള് വൃത്തിയായി ഇത് വീണ്ടും അടുത്ത പാമ്പർ വെച്ച്, ഈ പാമ്പർ വെച്ച് വീണ്ടും ക്ലാസ്സിലേക്ക് വരാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ പറഞ്ഞു, അച്ഛോ, എൻ്റെ മോള്, ഞാനും ഭർത്താവ് ഒരുമിച്ച് നിൽക്കുമ്പോൾ അവള് വന്നിട്ട് 3 പ്രാവശ്യമായി പറയുന്നത്, അപ്പയും അമ്മയും എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് മരിക്കാനായിട്ടുള്ള എന്തെങ്കിലും വിഷം വാങ്ങിച്ച് നിങ്ങൾ തരണം. കാരണം അപ്പയും അമ്മയും എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല, ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഇനി ഒന്നും കിട്ടാനായിട്ടില്ല. എല്ലാ മേഖലയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും എൻ്റെ ഈ ഒരു രോഗത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മടുത്തു. 13 വയസ്സുള്ള ഒരു മകളാണ്. അമ്മയോട് പറയാ, അപ്പനോട് പറയാ, ഞാൻ മടുത്തു ജീവിതം, എനിക്ക് മരിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവള് പല പ്രാവശ്യങ്ങളിലായി മരിക്കാനായിട്ട്, ആത്മഹത്യ ചെയ്യാനായിട്ട്, കയ്യില് ഞരമ്പ് മുറിച്ച് രക്തമൊഴുകി മരിക്കാനായിട്ടും പല വിധത്തിലായിട്ട് ഈ പെൺകുട്ടി പരിശ്രമിച്ചു. പക്ഷേ എങ്ങനെയോ അത്ഭുതകരം, അതിശയകരം എന്ന് പറയാ, അത് പല കാണാനിടവന്ന് പെട്ടെന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ പറഞ്ഞു, നിന്നെ രക്ഷിക്കാനായിട്ട് ഒരു ദൈവമുണ്ട് നമുക്ക്. നിന്റെ ഈ രോഗത്തെ മെഡിക്കൽ സയൻസിന് സാധിക്കാതിരിക്കുന്ന മേഖലയെ സൗഖ്യപ്പെടുത്താൻ ഒരു ദൈവം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ആ ദൈവത്തിന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ അസാധ്യമായിട്ട് എന്താ ഉള്ളത്? ലൂക്കാസ് സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 37-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കാസ് സുവിശേഷത്തിന്റെ തന്നെ 18-ാം അധ്യായത്തിന്റെ
26, 27 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യർക്കെല്ലാം അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അച്ഛൻ പറഞ്ഞു, ഈ കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്, നിനക്ക് സൗഖ്യമുണ്ട്. മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ പറ്റാത്തത് പരിഹരിക്കാൻ പറ്റുന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. ആകാശത്തിലും ഭൂമിയിലും മേൽ അധികാരമുണ്ടെന്ന് മത്തായി സുവിശേഷത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 18-19 കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു. ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ആകാശത്തിന്റെ മേലും ഭൂമിയുടെ മേലും എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുക, ഈ അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ ഒരു ശുശ്രൂഷയുടെ അഭിഷേകവരം സഭയിലേക്ക് നൽകപ്പെട്ടു, അപ്പസ്തോലന്മാരിലേക്ക് നൽകപ്പെട്ടു, സഭയിലേക്ക് നൽകപ്പെട്ടു. അത് ഇന്ന് സഭയിൽ മാർപ്പാപ്പയിലേക്ക്, മെത്രാന്മാരിലേക്ക്, വൈദികരിലേക്ക് ഈ ഒരു ഡെലിവറൻസിന്റെ, വിടുതലിന്റെ അഭിഷേക ശുശ്രൂഷ കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഇന്ന് ആഗ്രഹിക്കുന്നതൊക്കെ അൽമായ സഹോദരങ്ങളും ഇതുപോലെയുള്ള ഡെലിവറൻസിന്റെ ശുശ്രൂഷകളിലേക്ക് വരണം. നമുക്കുണ്ട് അങ്ങനെയുള്ള പല ശുശ്രൂഷകർ അച്ഛൻ അറിയാം. പക്ഷെ അവരിങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഭയന്ന് ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഇങ്ങനെ എന്താ പറയുക, അകന്നിങ്ങനെ നിൽക്കുക. നമുക്ക് സഭയ്ക്ക് വൈദികരോട്, സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ, ഡെലിവറൻസിന്റെ മിനിസ്ട്രി ചെയ്യാനായിട്ട് ഇതാ കൃപ ലഭിച്ച അൽമായ സഹോദരങ്ങൾ നമുക്കുണ്ട്. അവര് സഭയിൽ ഉണരണം. അവര് ഈ സഭയുടെ ഈ ഒരു പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയോട് ചേർന്ന് നിന്നുള്ള ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അച്ഛനെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഈ അമ്മയോടും ഈ മകളോടും ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് വിടുതൽ കർത്താവ് തരാൻ പോവാ, നിനക്ക് കർത്താവ് സൗഖ്യം തരാൻ പോവാ. യേശു ക്രിസ്തുവാണ് നിന്നെ തൊടാൻ പോകുന്നത്. യേശുവാണ് നിന്റെ വർഷങ്ങളായിട്ടുള്ള ഈ ബന്ധനം എടുത്തു മാറ്റാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്റ്റ് മിഖായേലിനോട് ചേർന്ന്, സഭയിലെ മുഴുവൻ വിശുദ്ധ ആത്മാക്കളോട് ചേർന്ന്, മാർപ്പാപ്പയോടും മെത്രാൻ സംഘങ്ങളോടും ചേർന്ന്, ബെനഡിക്റ്റിൻ സഭയോട്, എൻ്റെ അധികാരികളോട്, എൻ്റെ വൈദിക കൂട്ടായ്മയോട് ചേർന്ന്, കർത്താവേ, എനിക്ക് അങ്ങ് തന്ന ഈ പൗരോഹിത്യം അങ്ങയുടെ ജനത്തിന് വേണ്ടിയാണല്ലോ. അങ്ങയുടെ ജനത്തിന്റെ കെട്ടുകൾ അടിക്കാൻ, അങ്ങയുടെ ജനത്തിന്റെ ബന്ധനങ്ങളെ മാറ്റാൻ, അങ്ങയുടെ ജനത്തിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്താൻ, അങ്ങയുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, അങ്ങയുടെ നാമത്തിൽ തകർന്നു കിടക്കുന്ന തലമുറകളെ വീണ്ടെടുക്കുവാൻ, ദൈവമേ, യേശുവേ, തന്നിരിക്കുന്ന ഈ അഭിഷേകം ഈ കുഞ്ഞിന്റെ മേൽ നീ പ്രകടമാക്കണമേ. കർത്താവ്, വർഷങ്ങളായി മെഡിക്കൽ സയൻസിൽ പോലും ഈ കുഞ്ഞിന്റെ രോഗത്തിന് സുഖപ്പെടുത്താൻ പറ്റാത്ത ഈ മലവിസർജനം പോയിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയെ നിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗത്തെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബന്ധിക്കുന്നു. എന്നേക്കുമായിട്ട് കെട്ടി ആ മേഖലയിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവര് പ്രാർത്ഥന കഴിഞ്ഞു പോയി. കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാം ദിവസം കഴിഞ്ഞു, മൂന്നാമത് ദിവസം കഴിഞ്ഞു, നാലാം ദിവസം കൺവെൻഷൻ്റെ സമാപനത്തിൽ, അഞ്ചാം ദിവസം തീരാണ്. നാലാം ദിവസത്തിൻ്റെ സമാപനത്തിൽ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു, ഈ ആഴ്ചയിൽ, ഈ ദിവസങ്ങളിൽ കർത്താവ് ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്, ഒത്തിരി പേരെ ഈശോ വിട്ടുകുപ്പിച്ചിട്ടുണ്ട്. ഈശോ ശക്തമായി
ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയ ഈ സൗഖ്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ നാളെ ഉച്ചയ്ക്ക് ഒരു 12:30 മണിക്ക് ഇവിടെ വന്ന് ഈ സ്റ്റേജിൻ്റെ ഏരിയയിലേക്ക് വന്നാൽ മതി. നിങ്ങളത് സാക്ഷ്യപ്പെടുത്തണം, അത് റെക്കോർഡ് ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൽബിൻ എന്ന് പറയുന്ന മകൻ, അവൻ ഈ സാക്ഷ്യം റെക്കോർഡ് ചെയ്തു. അവരാദ്യമാണ് വന്ന് നിൽക്കുന്നത്. ഈ അമ്മയും മകളും വന്നിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: യേശുക്രിസ്തു സത്യമായും ഇന്നും ജീവിക്കുന്നു എന്ന് അച്ചോ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞ ഒരു അവസരം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഈ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. ഇന്ന് ഞങ്ങൾ 5-ാം ദിവസം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അച്ചോ എൻ്റെ മകള് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലാതെ പിന്നീട് മലവിസർജനം പോകാൻ കർത്താവ് ഞങ്ങളുടെ മകൾ അനുവദിച്ചിട്ടില്ല. കർത്താവ് പൂർണ്ണമായി എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തി വിടുവിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് ശരിയാകില്ല, ഇനി ഈ രോഗം സുഖപ്പെടില്ല, ഇനി ഈ അവസ്ഥയിൽ മാറ്റം വരില്ല, ഈ കൊച്ചു ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, നിങ്ങളുടെ തലമുറ ഇങ്ങനെ തന്നെ പോകുള്ളൂ, നിങ്ങളുടെ തലമുറയിൽ ഒരു അഭിവൃദ്ധി വരില്ല, ഒരു ഐശ്വര്യം വരില്ല. മനുഷ്യര് പറഞ്ഞത് പലതും നിന്റെ തലയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം യേശുക്രിസ്തു പറയുക, അത് സാത്താൻ നൽകിയതാണ്, അതെല്ലാം എടുത്തു മാറ്റപ്പെടണം. യേശുക്രിസ്തുവിന് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ജീവിത, കുടുംബ, തലമുറ, പരമ്പരകളുടെ മേലുള്ള സകലമായ തലങ്ങളെ ബന്ധിക്കാൻ, വിടുവിപ്പിക്കാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് നമ്മുടെ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ മകനോടും മകളോടും പറയാ. അസാധ്യതകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അസാധ്യതകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഓർത്തോണം, ഇതാ അസാധ്യതയിലാണ് യേശു ഇറങ്ങി വരുന്നത്. നിന്റെ അസാധ്യത നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളാകട്ടെ, അതിന്റെ മേൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യാൻ നിന്റെ കർത്താവ് റെഡിയാ. നീ ജീവിതം കൊടുത്താൽ മതി, നീ സമ്പൂർണമായി നിന്നെ തന്നെ സമർപ്പിച്ചാൽ മതി. കർത്താവ് ഇതിൻ്റെ മേൽ ഇടപെടും, കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. അന്യനാടുകളില് കഷ്ടപ്പെട്ടാണ് നിങ്ങളൊക്കെ ഈ 1,00,000 ചില്ലാനത്തോളം പേര് ബൈബിൾ വായനയിലും അനേകം ആയിരങ്ങള് ഈ അഖണ്ഡ ജപമാലയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലൊക്കെ നിങ്ങൾ സജീവമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സന്തോഷത്തോടെ ഒന്നു ചേർന്ന് മുന്നേറാം. നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാം. ഭജന പ്രഘോഷകരായി മാറട്ടെ. ഈ 1 ചില്ലാനം പേര് കർത്താവിന്റെ ശുശ്രൂഷകരായി മാറട്ടെ. കുടുംബ ജീവിതത്തിലൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിചരിച്ച്, ജീവിത പങ്കാളിയെ പരിചരിച്ച്, അതിലൂടെ നിങ്ങളുടെ യേശുവാകുന്ന രക്ഷകനെ എടുത്തുയർത്തി പ്രഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഭജന പ്രഘോഷണത്തിന്റെ അഭിഷേകത്തിന്റെ വ്യക്തികളായി നിങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെടട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ വരുന്ന നിമിഷങ്ങളിൽ, ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പതുക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈ അൾത്താരയിലേക്ക് നമുക്ക് 2-3 മിനിറ്റ് അരളിക്ക എടുത്തു വെച്ച് ഈശോ അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. 2-3 മിനിറ്റ് സമയം നിങ്ങൾ ഇപ്പോൾ ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. അടുത്ത നിമിഷങ്ങളിൽ ആരാധനയുടെ ഗാനം കേട്ട് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എല്ലാവർക്കും ഈ നിമിഷം അപ്രകാരമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം.
എല്ലാവർക്കും ചേർന്ന് പാടാം. ഈശോയിലേക്ക് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈശോയെ കണ്ടുകൊണ്ട് പാടട്ടെ, ആരാധിക്കട്ടെ. ഈശോയാണ് ആരാധനയ്ക്ക് യോഗ്യനായവൻ. ചേർന്ന് പാടി, സ്വരമുയർത്തി പാടി, എല്ലാവരും ചേർന്ന് പാടി. കരങ്ങളടിച്ചു പാടാ. സ്വരമുയർത്തി കരങ്ങളടിച്ച് ചേർന്നപാടി. യേശുവിന് മാത്രം ആരാധന. കരങ്ങൾ ഉയർത്തി അടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. കരങ്ങൾ താഴ്ത്തി അടിക്കുക. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഗീതം പാടി ആരാധിച്ചിടാം, ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ,
ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. കരങ്ങൾ കൂപ്പി ശരാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥേശ്വരിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കൂപ്പിയ കരങ്ങളോടെ കർത്താവിൻ്റെ തിരുസന്നിധിയില് നമ്മൾ എവിടെയായിരിക്കുന്നുവോ, നമ്മുടെ ഭവനങ്ങളിലിരുന്ന് സ്ഥാപനങ്ങളിലിരുന്ന് എവിടേക്കാണോ അവിടെ ഇരുന്ന് എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും കരങ്ങൾ കൂപ്പി, കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ, ഇതാ അങ്ങയുടെ ദാസി. കർത്താവേ, ഈ ധന്യമായ നിമിഷം എഫാത്ത മിനിസ്ട്രിയില് സജീവമായി നിലകൊള്ളുന്ന എല്ലാ വ്യക്തികളുടെയും കുടുംബങ്ങളിലേക്ക് അങ്ങ് പിറങ്ങി വന്നിരിക്കല്ല കർത്താവ്. ഈ അൾത്താരയിൽ നിന്ന് അങ്ങ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മകന്റെ ചെറിയ ഭവനത്തിലേക്ക്, ഓരോ സ്ഥലങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വന്നിരിക്കല്ലേ മീഡിയയിലൂടെ. എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ഭവനത്തിലേക്ക് ഈശോ ഇറങ്ങി വന്നിരിക്കുക. നിന്റെ കമ്പ്യൂട്ടറിലൂടെ, നിന്റെ ലാപ്ടോപ്പിലൂടെ, നിന്റെ കുഞ്ഞു മൊബൈലിലൂടെ ഈശോ ഇത് ഇറങ്ങി വന്നല്ലോ. ഇത് ദിവ്യകാരുണ്യ ഈശോ ഇറങ്ങി വന്നല്ലോ. അവന്റെ മുമ്പിലാ ഇപ്പൊ നമ്മൾ മുട്ടുമടക്കുന്നത്, അവന്റെ മുമ്പിലായി ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. നമുക്കിപ്പോ പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ കാണിക്കണമേ. ഓരോ മകനും മകളും ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്കൊരു വിടുതൽ നൽകണമേ, എനിക്കൊരു സൗഖ്യം തരണമേ, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാകട്ടെ, ഈ മണിക്കൂർ അഭിഷേകത്തിന്റെ മണിക്കൂർ ആകട്ടെ. കർത്താവ്, നിന്റെ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ, യഥാർത്ഥ മിനിസ്ട്രിയുടെ മേൽ നീട്ടണമേ, വ്യക്തി കുടുംബങ്ങളുടെ മേൽ നീട്ടണമേ. ഇവരുടെ പൂർവീകരിലൂടെ, ഇവരുടെ മാതാപിതാക്കളിലൂടെ, ഇവരുടെ കുടുംബ തലമുറകളിലൂടെ, ഇവരുടെ കുടുംബ പരമ്പരകളിലൂടെ, ഇവരായിരിക്കുന്ന രാജ്യങ്ങൾ, ദേശങ്ങളിലൂടെ ഇവരിലേക്ക് വന്നിട്ടുള്ള സകല പാപത്തിന്റെ, സകല പാപശാപത്തിന്റെ, സകല തിന്മയുടെ ശക്തികള്, അന്ധകാര ശക്തികള്, പൈശാചിക ശക്തികള്, നാരകീയ സേനകള്, ആധിപത്യ ശക്തികള് ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്ട് മിഖായേലിനോട് ചേർത്ത്, സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളോട് ചേർത്ത്, മാർപ്പാപ്പയുടെ കൈവെപ്പിലൂടെ കിട്ടിയ അഭിഷേകത്തോട് ചേർത്ത്, പെട്രോൾ സംഘങ്ങളോട് ചേർത്ത്, ബെനഡിക്ട് സഭയോട്, ഞങ്ങളുടെ അധികാരികളോട് ചേർത്ത്, വൈദിക കൂട്ടായ്മയോട്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്താൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തി കുടുംബങ്ങളുടെ മേലുള്ള സകല ബന്ധനങ്ങൾ വിട്ടുമാറി പോകട്ടെ. സകല പാപ തിന്മ വിട്ടുമാറി ഒഴിയട്ടെ. വ്യക്തി കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, വിമോചിപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ, നന്മയിൽ വ്യാപരിക്കുവാൻ ഇവരനുവദിക്കാത്ത സകലമാന പാപ തിന്മയുടെ ആധിപത്യങ്ങളും സ്വാധീനങ്ങളും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ഓരോ മകനും മകളിൽ നിന്ന്, കുടുംബ വ്യക്തികളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ, വിട്ടൊഴിഞ്ഞു പോകട്ടെ, വിട്ടുവപ്പിക്കപ്പെടട്ടെ. ഹല 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 ശിയാലക ബലക ബലക ശിയാലക ബലക ബലക ബലക. ഇപ്പോൾ ഈ സമയം ഞങ്ങൾ വിടുതൽ മാനവരാശി വിടുതൽ പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഇപ്പോൾ ഈ സമയം ദൈവമക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. നാമത്തിൽ കൽപ്പിക്കുന്ന
സാത്താനെ വിട്ടുപോകട്ടെ, വിട്ടുമാറി പോകട്ടെ. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. സാത്താൻ വിട്ടുപോകട്ടെ, കാൽവരി കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കൽപ്പിക്കുന്നു. കർത്താവേ, ഓരോ മകന്റെ മകളുടെ കുടുംബങ്ങള്, ദൈവമേ, കുടുംബ തലമുറകള്, വ്യക്തികള് വിടുതൽ പ്രാപിക്കട്ടെ, വിമോചിപ്പിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കരങ്ങളൊക്കെ ഒന്ന് യാചനയോടെ പിടിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനയിൽ ബൈബിൾ വായനയിൽ എഫാത്ത മിനിസ്ട്രിയിലെ ബൈബിൾ വായനയിലെ ടീം, ശാഖ, അതുപോലെ അഖണ്ഡ ജപമാല എന്ന ടീമൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടിയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്റെ കർത്താവിന് മുമ്പിലല്ലേ നീ ഇപ്പോൾ നിൽക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14:16-18 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടില്ല, ഞാൻ നിങ്ങളെ വെറും കൈയോടെ വിടില്ല. ഇന്ന് ഈ ഒരുക്കിയ ശുശ്രൂഷ അത് ദൈവത്തിന്റെ അനന്ത പരിപാലനയുടെ ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു മകളെ അവിടുന്ന് വെറുതെ വിടില്ല, വെറുതെ വിടില്ല. തന്റെ അഭിഷേകത്തിന്റെ അത്ഭുത ശക്തി നിറച്ചിട്ടേ വിടൂ, സൗഖ്യപ്പെടുത്തിട്ടേ വിടൂ. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇപ്പോ മക്കളെ കരങ്ങളൊക്കെ ഒന്ന് യാചനയോടെ പിടിച്ച്, എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകള് തുറന്ന്, ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, കർത്താവേ നിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. കർത്താവേ, ശിഷ്യന്മാരുടെ മേൽ അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിന്റെ 2:1-4 അവര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. തീനാളങ്ങളുടെ രൂപത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ ഇതാ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുന്ന സമയ. ഓരോ വ്യക്തികളുടെ മേല് പരിശുദ്ധാത്മാവിന്റെ അത്യത്ഭുതകരമായ ശക്തി ഒഴുകിയിറങ്ങുന്ന സമയ. ഓരോ വ്യക്തിത്വങ്ങളുടെ മേല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒഴുകിയിറങ്ങത്തെ സമയ. ദൈവശക്തി നിറയുന്ന സമയ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിറയുന്ന സമയ. സ്വീകരിച്ച് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ഈ അഭിഷേകത്തിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വലിയ ദാഹത്തോടെ, ആഗ്രഹത്തോടെ അഭിഷേകത്തിന് വേണ്ടി പാടി പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. തീയായി മാറിയ പരിശുദ്ധാത്മാവേ, ആനന്ദത്തോടങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി മാറിയ പരിശുദ്ധാത്മാവേ, ആനന്ദത്തോടങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. നീ എന്നുള്ളിൽ എന്റെ കുടുംബത്തിന്റെ മേല് നിറയട്ടെ, പുതിയൊരു നദിയായി എന്റെ മകന്റെ മകളുടെ മേല്, എന്റെ ജീവിത പങ്കാളിയുടെ മേല്, പുതിയൊരു നദിയായി സഭയുടെ മേല് മാറ്റിയൊരു അഭിഷേക കാറ്റ് കാൽവറയിൽ പരിശുദ്ധാത്മാവേ, അഭിഷേക കാറ്റ് അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതിയ ജീവൻ പ്രാപിക്കുന്നു. അസ്ഥികൾ ബലം പ്രാപിക്കുന്നു. അസ്ഥികളിൽ ജീവൻ ഉയരുന്നു. പരിശുദ്ധാത്മാവേ, 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 കരങ്ങളടിച്ചു പാടാ, കരങ്ങളടിച്ചു പാടാ. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ, അസ്ഥികളുടെ കൂമ്പാരത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ഇത് അസ്ഥിക്കൂടങ്ങൾ, ഇത് മാംസം ഭരിക്കുന്നു, ഞരമ്പുകൾ വെച്ചുപിടിപ്പിക്കുന്നു, ജീവൻ പ്രാപിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്ന സമയ. സഭ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, വ്യക്തികൾ ഉണരട്ടെ, അഭിഷേകത്തെ നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു.
യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവ്. കരങ്ങളടിച്ച് പ്രാർത്ഥിക്കാം. മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവ്. സാത്താൻ നൽകും പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്താൽ എണ്ണ നിറയ്ക്കും പരിശുദ്ധാത്മാവ്. സാത്താൻ നൽകും പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്താൽ എണ്ണ നിറയ്ക്കും പരിശുദ്ധാത്മാവ്. നിറയണമേ നീ എന്നുള്ളിൽ എന്റെ കുടുംബത്തിലേക്ക്, നീ എന്നുള്ളിൽ പുതിയൊരു നദി, എന്റെ ജീവിതത്തിലേക്ക്, എന്നുള്ളിൽ തീനാവുകളാ, എന്റെ രോഗത്തിലേക്ക്, എന്നുള്ളിൽ പുതിയൊരു നദിയായി, എന്റെ ദുഃഖങ്ങളിലേക്ക്, മാറ്റിയൊരു അഭിഷേകം, എന്റെ തകർച്ചകളിലേക്ക്, താഴ്വരയിൽ എന്റെ ശുശ്രൂഷകളിലേക്ക് പരിശുദ്ധാത്മാവേ, 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 രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ വിളിക്കുന്നു. എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവേ, കർത്താവേ, 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 ഈ ശുശ്രൂഷയിലായിരിക്കുന്ന സകല മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. നിറയട്ടെ അഭിഷേകം, ഹൃദയങ്ങൾ നിറയട്ടെ, ആത്മാവിൽ ജ്വലനം ഇപ്പൊ സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന തൊണ്ട സംബന്ധമായി വോക്കൽ കോഡുമായിട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന 4 പേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുടുംബത്തില് 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണുന്നു. ആ കുഞ്ഞിന്റെ മേല് ദൈവശക്തി നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു. ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് നാളുകളായി സാധിക്കാതിരിക്കുന്ന ഒരു മകന് കർത്താവ് ഇതാ നല്ല പുതിയൊരു വാഹനം നൽകി അനുഗ്രഹിക്കുന്നതായി കാണുന്നു. ആരാധന, 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 ആരാധന. ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന 14 മക്കളിലേക്ക് വചനപ്രഘോഷണത്തിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങുന്നതായി വെളിപ്പെടുത്തുന്നു. ആരാധന, 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 ആരാധന. മകനെയോർത്ത് വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ പ്രാർത്ഥന കേട്ട് ആ മകന്റെ മേല് ഈ ഇടപെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ജെയിംസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജെസ്സിയെ ഈശോ അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മൻസു എന്ന് പറയുന്ന കുട്ടിയെ കർത്താവ് പേരുകൾ വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂറിയനിലുമായിട്ട് അസ്വസ്ഥപ്പെടുന്ന മൂത്രാശയമായിട്ട് യൂറിയനിലുമായിട്ട് അറിയാതെ മൂത്രം പോകുന്ന അതിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു സഹോദരിക്ക് കർത്താവ് അത്ഭുത സൗഖ്യം കൊടുക്കുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. ഒരു വ്യക്തിയുടെ നട്ടെല്ലിന് കർത്താവ് തട്ടുന്നതായി കാണുന്നു. അത്ഭുത സൗഖ്യം കൊടുക്കുന്ന നട്ടെല്ലിന്. അനേകരുടെ
ദുഃഖം, നിരാശയുടെ പൈശാചിക ശക്തികളെ ഈശോ ബന്ധിച്ച് മാറ്റുന്നതായി വെളിപ്പെടുത്തുന്നു. ഹല 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 ശിയാലഹ ബലഹ ബലഹ ബലഹ. ആരാധന 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 ആരാധന. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്ന എല്ലാ മക്കൾക്കും മുട്ടുകുത്താം. നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോ ആശീർവദിക്കുന്ന സമയം. നിങ്ങളുടെ ജോലി മേഖലകളെ ഈശോ ആശീർവദിക്കുന്ന സമയം. നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ, നിങ്ങളുടെ സ്ഥാപനങ്ങളെ ഈശോ ആശീർവദിക്കുന്ന സമയം. നിങ്ങളുടെ മിനിസ്ട്രി, എഫാത്ത മിനിസ്ട്രി ലോകം മുഴുവനും എത്തുവാൻ, എഫാത്ത മിനിസ്ട്രി ലോകം മുഴുവൻ എത്തുവാൻ, ബൈബിൾ വായനയുടെ ഗ്രൂപ്പിലൂടെ, അഖണ്ഡ ജപമാലയുടെ ഗ്രൂപ്പിലൂടെ സകലയിടത്ത് എത്തുവാൻ ഈ മിനിസ്ട്രി ഗ്രൂപ്പിനെ കർത്താവ് തെരഞ്ഞെടുത്തു. അതിന് നേതൃത്വത്തിൽ നിൽക്കുന്ന നമ്മുടെ അച്ഛൻ, നമ്മുടെ ആത്മായ സഹോദരങ്ങൾ, അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം ഈശോ ആശീർവദിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇതിനുവേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തവരുണ്ട്, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തവരുണ്ട്. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ രണ്ടും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ആശീർവാദം എല്ലാ മക്കളും സ്തുതിച്ചുകൊണ്ട് സ്വീകരിക്കട്ടെ. കുടുംബങ്ങൾ, വ്യക്തികൾ ആശീർവദിക്കപ്പെടുന്ന സമയമാണ്, അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, ഭൂഖണ്ഡങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടാം. നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുക. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങളെ ഈ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ആരാധന ശരബലഹരബലഗരബലഗരബലഗ. യേശു ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുബലഹരബലഗ. യേശു ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.